ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് GD അതുപോലെ തന്നെ ടെക്നിക്കൽ റിക്രൂട്ട്മെൻറ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്താ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും കൂടി അവസാനം വരെ കാണുക. അപ്പോൾ നിങ്ങളാരും റിക്രൂട്ട്മെൻറ്റ് വന്ന കാര്യത്തെ പറ്റിയിട്ട് അറിഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി തന്നെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവർ എത്ര വേഗം കാണുക. വീഡിയോയുടെ ലിങ്ക് സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിരിക്കുന്നതാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്താ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനിരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കനിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം, വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. ഓൺലൈൻ വഴി www.joinindiancoastguard.cdse.in ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഈ ഒരു സൈറ്റ് വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി നോക്കുകയാണെങ്കിൽ 24 ഡിസംബർ 2024 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് പാടിന് അപേക്ഷിക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്താ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസ് നോക്കാം. അപേക്ഷിക്കാനുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകാനുള്ള ഡയറക്റ്റ് ലിങ്ക് ഈ ഒരു ആർട്ടിക്കിളിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ആർട്ടിക്കിൾ ഉപയോഗപ്പെടുത്തുക. ഈ ഒരു ആർട്ടിക്കിളിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു ആർട്ടിക്കിളിലെ അപ്ലൈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റിംഗ് കാണാൻ സാധിക്കാം. ഇതാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു 2026 സെക്ഷനിൽ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ വർഷമൊക്കെ അപേക്ഷിച്ചവർ തീർച്ചയായിട്ടും ഒന്നും കൂടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ആദ്യം എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിനുശേഷം അക്കൗണ്ടിലൂടെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. ആദ്യം ഇങ്ങനൊരു പേജിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ ഒരു സെക്ഷനിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് ഈ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യുക. ആദ്യം നിങ്ങളുടെ പേരാണ്. അപ്പോൾ നിങ്ങളുടെ പേര് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ ഫാദേഴ്സ് നെയിം അതുപോലെ തന്നെ മദേഴ്സ് നെയിം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ നാഷണാലിറ്റി സെലക്ട് ചെയ്യുക. അതിനുശേഷം ജെൻഡർ ചോദിച്ചിട്ടുണ്ട്. മെയിൽ ആണെങ്കിൽ മെയിൽ സെലക്ട് ചെയ്യുക, അതല്ല ഫീമെയിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ ഇമെയിൽ ID ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ID അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ അല്ലെങ്കിൽ തൊട്ട് സൈഡിലായിട്ട് അത് കൺഫേമും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം അടുത്തായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ IDയും കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു മൊബൈൽ നമ്പറിലേക്കും അതുപോലെ തന്നെ ഇമെയിൽ IDയിലേക്കും OTP കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിനുശേഷം അവിടെ ജനറേറ്റ് OTP എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റിംഗ് കാണാൻ സാധിക്കാം. നിങ്ങൾ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കും അതുപോലെ തന്നെ ഇമെയിൽ IDയിലേക്കും ഒരു OTP ലഭിക്കുന്നതാണ്. ആ ഒരു OTP ഈ സെക്ഷനിൽ എൻ്റർ ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം തൊട്ട് താഴെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ലഭിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് മിസ്ലേനിയസ് ആയിട്ടുള്ള ചോദ്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ അവിടെ സെലക്ട് ചെയ്താൽ മതി. അതിനുശേഷം സബ്മിറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നൽകിയിട്ടുള്ള ഇമെയിൽ IDയിലേക്കും അതുപോലെ തന്നെ മൊബൈൽ നമ്പറിലേക്കും ഒരു സിസ്റ്റം ജനറേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാസ്വേഡ് ലഭിക്കുന്നതാണ്. ആ ഒരു പാസ്വേഡ് എടുത്താൽ മാത്രമായിരിക്കും ഇനി നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ വീണ്ടും മെയിൻ പേജിലേക്ക് പോകുന്നതാണ്, അതായത് ലോഗിൻ പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങളുടെ ഇമെയിൽ ID ആദ്യം എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ സിസ്റ്റം ജനറേറ്റ് ചെയ്തിട്ടുള്ള പാസ്വേഡ് ആ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റിംഗ് കാണാൻ സാധിക്കാം. അപ്പോൾ നിങ്ങളുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പുതിയൊരു പാസ്വേഡ് ആ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ആ ഒരു പാസ്വേഡ് കൺഫേമും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ ഒരു ക്യാപ്ച കോഡ് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റിംഗ് കാണാൻ സാധിക്കാം. ആദ്യം കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ വായിച്ചു നോക്കുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ചെറിയൊരു ടിക്ക് ബോക്സ് കാണാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് അതിലൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റിംഗ് കാണാൻ സാധിക്കാം. നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ആണ് ആദ്യം ഈ ഒരു സെക്ഷനിൽ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ നേരത്തെ എൻ്റർ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു സെക്ഷനിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. ഇത് കൂടാതെ കുറച്ച് കാര്യങ്ങളോട് ഈ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. ആദ്യമായിട്ട് നിങ്ങളുടെ മാരിറ്റൽ സ്റ്റാറ്റസ് സെലക്ട് ചെയ്യുക. അതുമാത്രമാണ് ഈ ഒരു പേഴ്സണൽ ഇൻഫർമേഷനിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. ഐഡൻറ്റിഫിക്കേഷൻ ഡീറ്റെയിൽസിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ID കാർഡ് ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് ആധാർ കാർഡ് ഉണ്ടോ എന്നാണ്. ആധാർ കാർഡ് ഉള്ളവർ അവിടെ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. യെസ് എന്ന് കൊടുക്കുന്നവർ അവിടെ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്യേണ്ടതാണ്. ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസ് നൽകാത്തവർ അവിടെ പാൻ കാർഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ID കാർഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യുക. അതായത് ID കാർഡിൻ്റെ നമ്പർ തുടങ്ങിയ ഡീറ്റെയിൽസ് നിങ്ങളുടെ പേരെല്ലാം അവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്.
അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ ബോഡിയിലുള്ള 2 ഐഡൻറ്റിഫിക്കേഷൻ മാർക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2 ബോഡിയിലുള്ള ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് ആ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അൺഎംപ്ലോയിഡ് ആണെങ്കിൽ അൺഎംപ്ലോയിഡ് സെലക്ട് ചെയ്യുക, അതല്ല മറ്റെന്തെങ്കിലും ജോലികളുണ്ടെങ്കിൽ അത് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ DOB ആൻഡ് കാറ്റഗറി ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നിങ്ങളുടെ കാറ്റഗറി അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യ സെക്ഷനിൽ നിങ്ങളുടെ കാറ്റഗറി ഏതാണോ ആ ഒരു കാറ്റഗറി സെലക്ട് ചെയ്യുക. ഉദാഹരണത്തിന് OBC അല്ലെങ്കിൽ SC ST കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഈ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. ജനറൽ കാറ്റഗറിക്ക് മറ്റ് സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും എൻ്റർ ചെയ്യേണ്ടതില്ല. എല്ലാ കാര്യങ്ങളും എൻ്റർ ചെയ്ത ശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് എന്നൊരു സെക്ഷൻ കാണിക്കുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രൂഫ് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് എന്നൊരു സെക്ഷൻ കാണിക്കുന്നതാണ്. അവിടെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ആ ഒരു സെക്ഷനിൽ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത ശേഷം സേവ് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡിഫൈൻ കാണിക്കാം. ഈ ഒരു സെക്ഷനിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ എൻ്റർ ചെയ്യുക. ഇവിടെ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ ലെവലാണ്. അപ്പോൾ നിങ്ങൾക്ക് +2+ ഗ്രാജുവേഷൻ ആണെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് ഏത് ഓപ്ഷൻസ് ആണ് ഉള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണോ ആ ഒരു ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്യുക. ഇവിടെ ഇപ്പം 10 +2+ ഗ്രാജുവേഷൻ ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡിഫൈൻ കാണിക്കാം. ഈ ഒരു സെക്ഷനിൽ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് +2ൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നിങ്ങളുടെ +2ൻ്റെ ഡീറ്റെയിൽസ് ഈ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യുക. ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് +2 പാസ്സായിട്ടുണ്ടോയെന്നാണ്. പാസ്സായിട്ടുള്ളവർ S എന്ന് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇയർ ഓഫ് പാസിംഗ്, എഡ്യൂക്കേഷണൽ ബോർഡ്, സർട്ടിഫിക്കറ്റ് നമ്പർ, അതിനുശേഷം പെർസെൻറ്റേജ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ സബ്ജക്റ്റ് വൈസ് മാർക്ക് എൻ്റർ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്ജക്റ്റ് വൈസ് മാർക്ക് തീർച്ചയായിട്ടും എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. ഇവിടെ ഇപ്പോൾ 2 സബ്ജക്റ്റിൻ്റെ മാർക്സാണ് മെയിനായിട്ടും ചോദിച്ചിരിക്കുന്നത്. ഒന്ന് ഫിസിക്സ്, അതുപോലെ തന്നെ മാത്തമാറ്റിക്സ്. 2 സബ്ജക്റ്റിൻ്റെയും മാർക്ക് ഈ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം സേവ് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വീണ്ടും ക്വാളിഫിക്കേഷൻ പേജിൻ്റെ തന്നെ മുകളിലത്തെ സെക്ഷനിലേക്ക് പോകുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഡീറ്റെയിൽസ് എന്നൊരു സെക്ഷൻ കാണിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഗ്രാജുവേഷൻ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അവിടെ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് ഹാവ് യു സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ഗ്രാജുവേഷൻ, അതായത് പാസ്സായിട്ടുണ്ടോയെന്നാണ്. പാസ്സായിട്ടുള്ളവർ അവിടെ S എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. അതിനുശേഷം ഇയർ ഓഫ് പാസിംഗ്, ഗ്രാജുവേഷൻ ഡിഗ്രി, ഗ്രാജുവേഷൻ സ്ട്രീം, ഗ്രാജുവേഷൻ യൂണിവേഴ്സിറ്റി തുടങ്ങിയ കാര്യങ്ങൾ അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ഡ്യൂറേഷന്, പെർസെൻറ്റേജ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഓരോ സെമസ്റ്റർ വൈസ് മാർക്ക് എൻ്റർ ചെയ്യാൻ തൊട്ട് താഴെ ഓപ്ഷൻസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഓരോ സെമസ്റ്റർ വൈസ് അല്ലെങ്കിൽ ഇയർലി വൈസ് നിങ്ങൾ മാർക്ക് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ സേവ് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡിഫൈൻ കാണിക്കാം. ഈ ഒരു സെക്ഷനിൽ നിങ്ങളുടെ പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻസ് ആണ്, അതായത് നിങ്ങൾ നൽകിയിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട് ഏതൊക്കെ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാമെന്നാണ് ഇവിടെ കാണിക്കുക. ഇവിടെ ഇപ്പം ജനറൽ ഡ്യൂട്ടിക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മെയിനായിട്ടും 2 പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത്. ഒന്ന് GDയും അതുപോലെ തന്നെ ടെക്നിക്കലും. ഇപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത ക്വാളിഫിക്കേഷൻ വഴി GD പോസ്റ്റിലേക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ടെക്നിക്കലിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല. അതാണ് ടെക്നിക്കലിൻ്റെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ടെക്നിക്കലിൻ്റെ ഓപ്ഷൻ ഈ ഒരു സെക്ഷനിൽ കാണിക്കാത്തത്. അപ്പോൾ നിങ്ങൾ ടെക്നിക്കലിൽ ക്വാളിഫൈഡ് ആണെങ്കിൽ ഈ ഒരു സെക്ഷനിൽ ടെക്നിക്കലിൻ്റെ ഡീറ്റെയിൽസും കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഇപ്പം GD സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം സേവ് എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡിഫൈൻ കാണിക്കാം. ഈ ഒരു സെക്ഷനിൽ നിങ്ങളുടെ അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും അതുപോലെ തന്നെ പെർമനൻറ്റ് അഡ്രസ്സും ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പം ആദ്യം പെർമനൻറ്റ് അഡ്രസ്സാണ് എൻ്റർ ചെയ്യേണ്ടത്. അഡ്രസ്സ് എൻ്റർ ചെയ്ത ശേഷം നിങ്ങളുടെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, സബ് ഡിസ്ട്രിക്റ്റ്, പിൻകോഡ്, പോസ്റ്റ് ഓഫീസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ കറണ്ട് അഡ്രസ്സ് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് രണ്ടും സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ടിക്ക് ബോക്സ് കാണിക്കുന്നതാണ്. അത് ടിക്ക് ചെയ്ത് എളുപ്പത്തിൽ ഫില്ല് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതല്ല ഡിഫറൻ്റ് ആണെങ്കിൽ 2 കാര്യങ്ങളും സെപ്പറേറ്റ് എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ഡൊമസൈൽ ഡിസ്ട്രിക്റ്റ് അല്ലെങ്കിൽ ഡൊമസൈൽ സ്റ്റേറ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം സേവ് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡിഫൈൻ കാണിക്കാം. ഈ ഒരു സെക്ഷനിൽ അഡീഷണൽ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ, അപ്പോൾ അതിൽ യെസ് ഓർ നോ ആൻസർ ചെയ്യുക. ഇതിൽ ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് NCC സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നാണ്. ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും കേസുകളോ കാര്യങ്ങളോ ഉണ്ടോ, അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് താഴെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേതെങ്കിലും ഉൾപ്പെടുന്നവർ അവിടെ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും താഴത്തേക്ക് വരുമ്പോൾ ഡീബാർഡ് ബൈ എനി ഏജൻസി ഓഫ് റിക്രൂട്ട്മെൻറ്റ്, അതായത് ഏതെങ്കിലും ഏജൻസി നിങ്ങളെ ഡീബാർ ചെയ്തിട്ടുണ്ടോ എന്നാണ്. ഉള്ളവർ അവിടെ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ സേവ് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നതാണ്. സോ അതിൽ യെസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡിഫൈൻ കാണിക്കാം. ഈ ഒരു സെക്ഷനിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സ്കാനഡ് സിഗ്നേച്ചർ, ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ, റൈറ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ തുടങ്ങിയ 4 കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്ലോഡ് ചെയ്ത ശേഷം സേവ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ ലൈവ് ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലൈവ് ഫോട്ടോയും അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം സേവ് ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റിംഗ് കാണാൻ സാധിക്കാം. ഈ ഒരു സെക്ഷനിൽ സ്റ്റേജ് 1 എക്സാം സിറ്റി പ്രിഫറൻസ് നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് 5 എക്സാം സെൻറ്റർ വരെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. കേരളത്തിലും എക്സാം സെൻറ്റർ ഉണ്ടായിരിക്കുന്നതാണ്. കേരളത്തിലെ 3 സ്ഥലങ്ങളിലാണ് എക്സാം സെൻറ്റർ ഉണ്ടാവുക. കണ്ണൂർ, കൊച്ചി, ട്രിവാൻഡ്രം തുടങ്ങി 3 സ്ഥലങ്ങളിലാണ് സെൻറ്റർ ഉണ്ടാവുക. അതിനുശേഷം സേവ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റിംഗ് കാണാൻ സാധിക്കാം. ഇത് സ്റ്റേജ് 2 എക്സാമിൻ്റെ പ്രിഫറൻസ് നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്റ്റേജ് 2 എക്സാമിൻ്റെ പ്രിഫറൻസ് ഈ ഒരു സെക്ഷനിൽ നൽകുക. അതിനുശേഷം സേവ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റിംഗ് കാണാൻ സാധിക്കാം. ഈ ഒരു സെക്ഷനിൽ ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റർ ചെയ്ത എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു സെക്ഷനിൽ വരുന്നതാണ്. എല്ലാം വെരിഫൈ ചെയ്യുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ഡിക്ലറേഷൻ എന്ന സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ നിങ്ങൾക്ക് സിറ്റി എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ നിങ്ങളുടെ സ്ഥലം എൻ്റർ ചെയ്യുക. അതിനുശേഷം കുറച്ചധികം ടിക്ക് ബോക്സ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ സേവ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റിംഗ് കാണാൻ സാധിക്കാം. ഈ ഒരു സെക്ഷനിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് സേവ് ആയിരിക്കുന്നതാണ്, അതായത് സബ്മിറ്റ് ആയിരിക്കുന്നതാണ്. ഇനി അടുത്തായിട്ട് നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ട സെക്ഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിർബന്ധമായിട്ടും 300 രൂപ ആപ്ലിക്കേഷൻ ഫീസായിട്ട് അടച്ചിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്വീകരിക്കുകയുള്ളൂ. SSC ST കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല, അവർക്ക് ഈ ഒരു സെക്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല. ഇങ്ങനെയാണ് 2026 ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് GD അതുപോലെ തന്നെ ടെക്നിക്കൽ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് അപേക്ഷിക്കേണ്ട ശരിയായ രീതി. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ എത്ര വേഗം ആപ്ലിക്കേഷൻ സമർപ്പിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.